Hi friends, നമ്മൾ ചിക്കൻ കറിയൊക്കെ കഴിക്കുന്നവരാണ്. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അത് നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കൊണ്ടുവരാം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച നല്ല നാടൻ ചിക്കൻ കറി. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കാണാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കടുകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 10-25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാനത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കട്ടൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വലിയ ഉള്ളിയാണെങ്കിൽ അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടിടാം. ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു 3 പച്ചമുളക്, 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നാടൻ ചിക്കൻ കറി ആയതുകൊണ്ടാണ് ഞാനിവിടെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഇഞ്ചിയാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊഴുപ്പിന് വേണ്ടിയിട്ട് നല്ല പഴുത്തത് വേണം കേട്ടോ ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ട് ചേർന്ന് നന്നായിട്ട് വെന്ത് ഉടയണം. നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി ആണെങ്കിലും നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനിവിടെ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാദാ മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് സാദാ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. അപ്പം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇടണം. ഞാൻ അതിന് വേണ്ടി 1 കിലോ ചിക്കൻ, ഈ ചിക്കനിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് മസാല വരട്ടി വെച്ചിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്.
അപ്പം നമ്മുടെ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം, ഇതിൻ്റെ അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം. ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങിയത് നന്നായിട്ട് കുക്കായിക്കോളും. നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് കുറച്ച് ഫ്രഷ് മസാലയാണ് അരച്ച് ചേർക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 3 ഏലക്കായ, ഒരു 1/2 കഷ്ണം സ്റ്റാർ, പിന്നെ ഒരു 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ അതിൻ്റെ കൂടേക്ക് നമ്മളൊരു 4 കാഷ്യൂ നട്ടും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് നന്നായിട്ട് ഇനി അരച്ചെടുക്കണം, കുറച്ച് വെള്ളം ചേർത്തിട്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് കൂട്ടി വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൂടെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം 5 മിനിറ്റായി. നമ്മുടെ ചിക്കൻ ചെറുതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഗരം മസാല അല്ല ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന ആ ഫ്രഷ് മസാല ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മിക്സ് കഴിയുക വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നല്ലൊരു മണമുണ്ട് ഈ ചിക്കൻ കറിക്ക് കേട്ടോ, കാരണം നമ്മൾ ഈ ഫ്രഷായിട്ട് ഇത് അരച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഗ്രേവിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ നാടൻ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. നല്ല സ്മെല്ലും തേങ്ങാക്കൊത്തൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേ ഒരു ടേസ്റ്റോട് കൂടിയുള്ള കറിയാണിത്. നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ അതല്ല പിടിയുടെ കൂടെ ആണെങ്കിൽ പോലും കഴിക്കാൻ പറ്റിയ നല്ലൊരു തേങ്ങാക്കൊത്തിട്ട നാടൻ ചിക്കൻ കറി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.